ഇലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ. അപ്പം ഒരു വിലയിരുത്തൽ എന്നുള്ള നിലയ്ക്ക് UDF ഈ പ്രാവശ്യം പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എൻ്റെ അഭിപ്രായത്തിൽ ജി സുധാകരനെ MLA കാൻഡിഡേറ്റായിട്ട് ആലപ്പുഴയിൽ നിന്ന് മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ കുറെ ആളുകളെ 4-5-6 ആൾക്കാരെ CPM വന്ന ആളുകളെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നു TK ഗോവിന്ദനും കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ആളുകളൊക്കെ കണ്ണൂർ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജി സുധാകരനും പിന്നെ PK ശശിയും ഇവരെ രണ്ടാളെ കോൺഗ്രസ് ക്ലിയർ ചെയ്തു. ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥാനമാനങ്ങളും MLA സ്ഥാനം മന്ത്രിസ്ഥാനമൊക്കെ കിട്ടി. ജി സുധാകരൻ ഒരുപാട് കാലം പാർട്ടിയിൽ വർക്ക് ചെയ്ത് പിന്നെ ഒരു പാർട്ടി ഒരു പൊതു നിയമം പാസ്സാക്കി 25 വയസ്സെന്നൊക്കെ പറഞ്ഞ് അന്ന് മാറ്റി നിർത്തിയപ്പെട്ട പിന്നെ അധികാരം കിട്ടൂല എന്നുള്ളതിൻ്റെ പേരിലാണ് അയാൾ പ്രത്യേകിച്ച് ആശയത്തിൻ്റെ പുറത്ത് നല്ല ആൾ മാറുന്നത് പിന്നെ കൃത്യമായിട്ട് MLA ആണ് ജയിക്കണം ആ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അതിനൊന്നും കോൺഗ്രസ് ഒന്നും UDF ഒന്നും പേറേണ്ട കാര്യമില്ല. അങ്ങനത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു അധികാര കൊതിയന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസിനില്ല. ഇത് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ചില സ്ഥലങ്ങളെങ്കിലും UDF ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ധാരണ. പിന്നെ പൊതുവെ എനിക്ക് തോന്നുന്ന ചിലൊരു തരംഗ UDF അനുകൂലമായിട്ടുണ്ട്. അതിനെ എന്താക്കുന്നതാണ് ആ പോസിറ്റീവിലും ഒരു കല്ലുകടി എന്ന് പറയുന്ന സാധനങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ജി സുധാകരനും PK ശശിയൊക്കെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴ്ത്താൻ വേണ്ടിയാണ്.